സാറേ ഞാനേ എന്റെ പേര് കോയാന്നാണ്. ഞാന് മറ്റേ ഈ പശുവിനെ വളർത്തുണ്ടേ. അപ്പൊ അതങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ എന്റെ കൂടെ. ഇവിടുന്ന് വന്നാണ്. അപ്പൊ എന്തപ്പ അതിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നാണ് ഞാന്. അത് വിഷയമാണുള്ളത്. എന്തത് വിഷയോ? പശുക്കൾ എത്ര ഉണ്ട് വീട്ടില്? 6. അപ്പൊ ഇങ്ങനെ വിവരമൊന്നും അറിയില്ല അങ്ങക്ക്? എന്താണ്? അതായതേ ഈ വീടുകളിൽ നമുക്ക് 5-ലേറെ പശുക്കളെ വളർത്താൻ പാടില്ല, അങ്ങനെ നിയമമുണ്ട്. 5 പശുക്കളെ വരെ വളർത്താം. 5-ലേറെ പശുക്കളെ വളർത്തണമെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് അതിന്റെ ഇതൊക്കെ എടുക്കണം, ലൈസൻസ് എടുക്കണം. പൊന്നാല് സാറേ നിങ്ങളതൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തി തരും. അല്ല ഇപ്പൊ ഈ 5 പശുവിനെ വളർത്തുമ്പോ ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ഒരു 6ാമത്തെ ഒരു പശു വന്നപ്പോ എന്താണ് ഇപ്പൊ അതിന് കുഴപ്പം? അല്ല അതാണ് കുഴപ്പം. ഇതിപ്പോ നിങ്ങളെ വീട്ടിൽ നിന്ന് ഈ പശുവിന്റെ ചാണകവും മൂത്രമൊക്കെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വലിയ പ്രശ്നമാവും. അതൊക്കെ വലിയ നിയമമാണ്. അപ്പൊ 5 ആവുമ്പോഴും ഉണ്ടാവില്ല അത്? അല്ല അത് അങ്ങനെ ഒരു ഇപ്പൊ പണ്ടൊക്കെ ഇപ്പൊ ഒരു വീട്ടിൽ 5-8 കുട്ടികളായിരുന്നു. ഇപ്പൊ ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും വീട്ടില്? ഇപ്പൊ എല്ലാ വീട്ടിലും 2 കുട്ടികളോ, നാം 1 നമുക്ക് 2 എന്നാണ് നിയമം. അതിനിത് എന്റെ ഭാര്യ പ്രസവിക്കണല്ല, പശു പ്രസവിച്ചിട്ട് അവറ്റന്നെ ഞാൻ തീറ്റി പോറ്റാണ്. അതെ, നിങ്ങൾ കൂടുതൽ വർത്താനത്തിൽ നിൽക്കണ്ട. 5-ലേറെ പൈക്കളെ നിങ്ങൾക്ക് പോറ്റണം എന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുക്കണം. എന്തെന്നാ അതിനൊക്കെ ഒരു മലപ്പോ പറയാ സാറേ. സാറേ നിങ്ങൾ വിചാരിച്ചത് സാറ് എന്തെങ്കിലും വിചാരിക്കണം. കോയാന്നാണ് പേര്. സാറേ നിങ്ങളൊന്ന് കേക്ക്. ഞാൻ ഒരു പശുവിനെ വളർത്തിയിട്ട് കുടുംബം പറ്റുന്ന ഒരാളാണ്. എനിക്കിപ്പോ ഒരു പശുവും കൂടി ഇപ്പൊ പ്രസവിച്ചപ്പോ അതിനെ പോറ്റി വളർത്താണ്ട് പറ്റൂലല്ലോ. 5 പശു ഉണ്ടായിരുന്നപ്പോ അത് 6 ആയി. അപ്പൊ 6 വെച്ചാ പറ്റൂല, ലൈസൻസ് വേണമെന്നൊക്കെയാ പറയണത്. 5 പശു വരെ നിങ്ങൾക്ക് വളർത്താൻ കുഴപ്പമില്ല. പക്ഷെ ഒരെണ്ണം കൂടി കൂടിക്കഴിഞ്ഞാൽ അത് വ്യവസായമായിട്ട് പരിഗണിക്കും. എന്താ സാറേ ഈ പറഞ്ഞു? ഞാൻ അയൽപക്കത്ത് 4 വീടുകളിൽ പാല് കൊടുക്കണത്. അപ്പൊ നിങ്ങൾ ഈ വ്യവസായാന്ന് പറയണേ. നിങ്ങളിപ്പോ ഈ 6 പശുവിനെ വെച്ചിട്ട് എത്ര കാലം ഇത് തുടങ്ങിയിട്ട്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇന്റോടെ 6 പശു ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങളെങ്ങനെയാണ്? ഞങ്ങൾക്ക് ഇവിടെ കംപ്ലൈന്റ് കിട്ടിയിരിക്കണ്. രാഘവൻ സാറേ, രാഘവൻ എന്ന് പറഞ്ഞ ഒരാള് വന്നിട്ട് കംപ്ലൈന്റ് തന്നില്ലേ? ആ മെമ്പർ കൂടെ വന്നിട്ട് അത് ഇയാളാണ്. അതാണ് രാഘവൻ. അത് ചതിയാണ് സാറേ. പിന്നെ ആരായിരുന്നു? തോറ്റ മെമ്പറോ? തോറ്റ മെമ്പർ ഉണ്ണിയോ? പന്നിയോ? അല്ലാണ്ട് എന്റെ ഉള്ളിന്ന് വന്നാണ്. ഞാൻ അറിയാണ്ട് ഞാൻ പറയട്ടെ സാർ, ഇത് ചതിയാണ് കേട്ടോ. ഇത് ഇന്നെ ചതിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. അല്ല ചതി എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ വീട്ടിൽ 6 പശുക്കളുണ്ടോ? പശുക്കളുണ്ട്. പിന്നെ ഞാൻ പശുവിനെ നോക്കിയിട്ടല്ലേ വളർത്തണേ, എന്റെ കുടുംബം ജീവിക്കണേ. ഒന്നെങ്കിൽ ഒരു പശുവിന് വേണ്ടി വിറ്റാളി. ഒരു കാര്യം ചെയ്തോ, നിങ്ങള് പെർമിറ്റ് എടുക്കുക, ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുക, പിന്നെ ലൈസൻസ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എത്ര പശുവിനെ വേണ്ടിച്ച വളർത്താം. ഫാമാണ്. പിന്നെ എന്റെ വീടല്ല. അതിലിപ്പോ ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇത് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ സംഗതിക്കൊക്കെ പാടെ എത്ര റുപ്യ വരും? പൈസയൊക്കെ ഇപ്പൊ അതിന് ഒരുപാട് വരും. അതൊന്നും ഇപ്പൊ നോക്കണ്ട കേട്ടാ. പിന്നെ മാത്രല്ല, ഇത് ഫാമൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് കാണിക്കണം, ടാക്സ് അടയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. എന്താ ഈ പറഞ്ഞത് സാറെ? ബിറ്റയുടെ പിന്നാലെ തന്നെ നടക്കുന്ന നേരമില്ല. ഇനിയിപ്പൊ അതിന്റെ ഇടക്ക് കൊടുക്കുമ്പോ ഇതെന്താ നിങ്ങൾ പറയണേ? നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾക്കിപ്പോ ഫാം നടത്തണം എന്നാണെങ്കിൽ നിങ്ങൾ ആ ഫയർഫോഴ്സ് പോയിട്ട് അവിടുന്ന് ഒരു NOC വാങ്ങിച്ചിട്ട് വരും. NOC എടുത്തിട്ട് അവിടെ വാ, ബാക്കി കാര്യം പറയണ. ഞാൻ തീപ്പെട്ടി കമ്പനി ഒന്നല്ല നടത്തണേ, 4 പശുവിനെ വളർത്തണല്ലോ. നിങ്ങൾക്ക് അതിനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലേ സാറിനൊന്ന് കണ്ട പോലെ കണ്ടാൽ മതി. അതെ, ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കുക. അങ്ങനെയല്ലാന്ന് എന്തെങ്കിലും തുറന്നു പറയും. അല്ല നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ സാറാ ശരിയാക്കി തരും. നിങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലായി. ഞാൻ സാറേ അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഇന്ന സാറായിട്ടൊന്നും കാണണ്ട. അതൊക്കെ ഞാൻ കരുതിയേക്കണം. സാറേ അതിപ്പോ ഞാൻ ചെയ്യാണ്ടിരിക്കോ? കൊടുത്ത് പറയുമ്പോ പേടിയാവാണേ. ലൈസൻസ് അത് ഇതൊക്കെ പറയുമ്പോഴേ നേരത്തെ പറഞ്ഞാൽ മതി. ഇത് ഞാൻ ഇപ്പൊ വെറുതെ എന്തെങ്കിലും ചെയ്യിക്കോ നിങ്ങളെ കൊണ്ട്? അത് ഞാൻ കരുതിയേക്കണേ. പശുമാലി നിങ്ങളുടെ ആളെ മക്കാറാക്കാണ് നിങ്ങൾ. ഈ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് ഞങ്ങൾ നിൽക്കണ ആരാന്നറിയാം നിങ്ങൾക്ക്? ഈ ഇരിക്കണം ഞാൻ ആരാന്നറിയാം നിങ്ങൾക്ക്? എന്താ സാധനം? ഞാനതിന് കണ്ണും ചാരാനല്ല തന്ന് പാലല്ലേ. ആ പാലാന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പറഞ്ഞത്. നിങ്ങള് ഫയർഫോഴ്സിന്റെ ഓഫീസിൽ പോയിട്ട് NOC എടുത്തിട്ട് വരും. എന്നിട്ട് എങ്ങനെയാണ് ലൈസൻസ് കിട്ടേണ്ട ആ ബുദ്ധിമുട്ടുകളൊന്നും അറിയണമല്ലോ. ശരി, ആയിക്കോട്ടെ. അതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് പറ്റൂല. ആയിക്കോട്ടെ സാറേ. പാവപ്പെട്ട ആൾക്കാരെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്ക് വെച്ചാൽ നടക്കന്നല്ലേ. ഇപ്പൊ പാവപ്പെട്ട ആൾക്കാർ 6 പശുവിനെ വളർത്തണം. നിങ്ങളാണല്ലോ പാവപ്പെട്ട ആള്.
ഇവിടെ 2 പശുവിനായിട്ട് സുഖമായിട്ട് കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട്, അറിയോ നിങ്ങൾക്ക്? അതിനിപ്പോ ഞാൻ എന്ത് ആ, വെച്ച് ഒന്നും നോക്കണ്ട, ഞങ്ങൾ പോയിട്ട് എടുത്തിട്ട് വരി. അല്ലാന്ന് നീ ഞങ്ങളെ കയ്യിലാ ബോള്, ഞങ്ങൾ കളിക്കും. നിങ്ങൾ കളിക്കേ കുടിക്കുക എന്താ ചെയ്തു? ആദ്യമായിട്ടാണ് ജീവിതത്തിൽ പാല് കിട്ടുന്നത്. പോയാ ആ പോയി. ഞാനേ ഫയർഫോഴ്സിന്റെ ഓഫീസിലേക്ക് വിട്ടിക്കണം. അവിടെ നമ്മളെ സുഗതൻ സാറുണ്ടല്ലോ, ഒന്ന് വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചേക്കാം. പിന്നെ ഡ്രിങ്ക്സ് തുടങ്ങുന്നതിന് മുമ്പ് പൈസ മേടിച്ച് വെക്കിട്ടിയിൽ വെക്കണം, അല്ലെ സാറിന്റെ സ്വഭാവം മാറും. സാറേ നമസ്കാരം. അതെ, എൻ്റെ പേര് കോയെന്നാണ്. ഞാൻ ഈ പശുക്കളെ ഇങ്ങനെ വളർത്തുന്നുണ്ട്. ഫാമൊന്നല്ല, ഒരു 6 പശു ഉണ്ടായി പോയി ഇപ്പൊ എൻ്റെ അവിടെ. അത് 6 പശുക്കളെ വളർത്തുമ്പോ ഇൻഡസ്ട്രിയൽ ആയല്ല, അതൊരു വ്യവസായമായിട്ട് മാറും. അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ ഇവിടുന്ന് എന്താ NOC എടുക്കണം. പിന്നെ അത് NOC തരണമെങ്കിൽ ഒരുപാട് ചുറ്റുവട്ടങ്ങൾ ഉണ്ട് അതില്. അതിന്റെ കൃത്യമായ അളവിലുള്ള ബിൽഡിംഗ് വേണം, പിന്നെ 24 hours വെള്ളം വരാനുള്ള ഒരു സംവിധാനം വേണം. അത് മാത്രം പോരാ, ഈ കെട്ടുന്ന തൊഴുത്തിന്റെ 4 പുറം 12 അടി വീതിയിലെ വഴി വേണം. ഈ 6 പശുവിനെ വളർത്താനോ? എന്തെന്നാ ഈ പറയണത്? ഇപ്പൊ ഈ കാലത്തൊരിപ്പോ പശുവിനെ വളർത്തിയിട്ടും ജീവിക്കാൻ പറ്റൂല മനുഷ്യന്. അതെന്താ ഇത് ഫാമല്ലേ, അപ്പൊ അതിന് നിയമപരമായിട്ട് വേണം. എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഫയറിന്റെ വണ്ടി വന്നിട്ട് വേണ്ട രക്ഷിക്കാൻ. ആ വണ്ടിക്ക് പോകാനാണ് ഈ 12 അടി നീളത്തിലുള്ള റോഡ്. അതിന് സാറേ ഞാൻ അവിടെ തീ കത്തിച്ച് കളിക്കല്ലോ, ഈ പാല് കറക്കാനൊന്ന് പോണൂന്നല്ലാണ്ട്. NOC കിട്ടണമെങ്കിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അത് ഇവിടെ നിന്ന് തരണമെങ്കിൽ ആദ്യം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ കാണിക്കണം. അത് വേണം. അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പോണം. അത് അവിടെ മലിനീകരണങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പരിസരവാസികൾക്ക് വിഷയമൊന്നുമില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടണം. ഇതെന്താ കയ്യിലെന്തത്? ഇത് പാലാണ്. പാലൊന്നും പരിശോധിക്കണ്ട, നമുക്ക് ഇത്തരം കാര്യങ്ങൾ മതി ഇവിടെ. അല്ല പരിശോധിക്കാൻ പഞ്ചായത്തില് കൊണ്ടാവും, അവർക്ക് വേണ്ട അത്ര എടുത്തോളൂ. പാലൊക്കെ ഇപ്പൊ സൗഹൃദത്തിന് കിട്ടിയോണ്ട് കുഴപ്പമൊന്നുമില്ല, പാലൊന്നും നിൽക്കില്ല. നിങ്ങൾ ആദ്യം ഈ പേപ്പർ കൊടുത്താൽ ഞങ്ങൾ പേപ്പർ തരാം. അങ്ങനെ പഞ്ചായത്ത് പറയുന്ന പോലെയൊക്കെ ചെയ്താൽ നമുക്ക് ലൈസൻസ് കിട്ടും. ഞാൻ ശരിയാക്കിട്ട് എന്നാ വരണ്ട് കേട്ടോ. വല്ല കാലത്തും വന്നാ പോലെ പരാതിയൊക്കെ ഞാനത് നോക്കട്ടെ. അല്ല കാണണ്ട പോലെയൊക്കെ കണ്ടാലേ, അല്ല കാണണ്ട പോലെ കണ്ടാൽ അധികം വഴുകാതെ നമുക്ക് അതിന്റെ NOC ഒക്കെ കിട്ടും. എങ്ങനെ കാണണ്ട പോലെ കണ്ടാലേ അധികം വഴുകാതെ NOC ഒക്കെ കിട്ടും. ഇവിടെയുണ്ടോ അത്? അതെ, ഇവിടെയും കണ്ടമാതിരി കാണന്നെ വേണല്ലോ, എന്നാലും ഇതൊക്കെ ശരിയായാലും. അല്ല നമുക്കിപ്പോ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞാനിപ്പോ അതൊക്കെ ഇനിയിപ്പോ റെഡിയാക്കിട്ട് വരാം കേട്ടോ. നോക്കട്ടെ ഞാൻ. നാറ്റക്കേസ് കണ്ടിട്ട് സാറാമ്മ തൂങ്ങണ്ട. പശുപാലി നല്ലതാണ്. ഇത് അതൊക്കെ വിളിച്ചു പറഞ്ഞ് അടക്കുക അയാളൊക്കെ. എനിക്ക് വേണം. എനിക്ക് വേണ്ട, നമുക്കിന്ന് വൈകുന്നേരം പരിപാടി ഉള്ളതല്ലേ. ഇവിടെ വെച്ചല്ലേ വാങ്ങിയൊന്നല്ലോ, അത് തൈരുണ്ടാക്കാം. എന്താ കാര്യമുണ്ട്? താനി കഞ്ഞാട്ടോ.